സാബുമാൻ എന്തായാലും ബിഗ് ബോസ് ഹൗസിൽ ഒരു പ്രൊമോഷൻ ലഭിച്ചിരിക്കുകയാണ് എന്ന് തന്നെ നമുക്ക് വേണമെങ്കിൽ പറയാം. നമുക്കറിയാം എല്ലാ ആഴ്ചയിലും നോമിനേഷൻസിനകത്ത് വരാനുള്ള ഒരു പേര് തന്നെയാണ് സാബുമാൻ. അതായത് തുടക്കം തുടങ്ങിയ അദ്ദേഹത്തിന് ആൾക്കാർ പറയാനുള്ള ഒട്ടും ആക്റ്റീവ് അല്ല, വേണ്ട രീതിയിൽ കാര്യങ്ങളൊന്നും ഇടപെടാതെ മാറി നിൽക്കുന്ന ഒരാളാണ് സാബുമാൻ എന്നുള്ള ഈ പറയുന്ന ബിഗ് ബോസ് ഹൗസിനകത്ത് എല്ലാ മത്സരാർത്ഥികളടക്കം പറയുകയും അദ്ദേഹത്തിന് എല്ലാ ആഴ്ചയിലും നോമിനേറ്റ് ചെയ്യാറുള്ളതും നമ്മൾ കാണാറുള്ള ഒരു കാര്യമാണ്. പക്ഷെ ഇത്ര മികച്ചൊരു പ്ലെയറാണ് ഓപ്പോസിറ്റ് നിൽക്കുന്നതെങ്കിലും അതിനെല്ലാം പിന്നള്ളി സാബുമാൻ എന്തായാലും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന നമ്മൾ എല്ലാ ആഴ്ചയിലും കാണുന്ന ഒരു കാര്യമാണ്. ആ സാബുമാനെ സംബന്ധിച്ചിടത്തോളം ഒരു ബമ്പർ അടിച്ചിരിക്കുകയാണ്, അല്ലെങ്കിൽ ഒരു പ്രൊമോഷൻ ലഭിച്ചിരിക്കുകയാണ് എന്ന് തന്നെ നമുക്ക് വേണമെങ്കിൽ പറയാം. ഈ ആഴ്ചത്തെ നോമിനേഷൻസിന് വേണ്ടിയുള്ള വോട്ടിങ്ങും കാര്യങ്ങളും എല്ലാം പൂർത്തിയായിട്ടുണ്ട്. അപ്പൊ അതിനകത്ത് വന്നിരിക്കുന്ന പേരുകൾ എന്ന് പറയുന്നത് ഷാനവാസിന് 3 വോട്ടുകളാണ് ലഭിച്ചിട്ടുള്ളത്. അതേസമയം വേദലക്ഷ്മിക്ക് 2 വോട്ടുകളും അക്ബറിന് 4 വോട്ടുകൾ ആണ് എന്തായാലും ഈ ആഴ്ച ലഭിച്ചിരിക്കുന്നത്. ഈ ആഴ്ചയിൽ എന്തായാലും ഏറ്റവും കൂടുതൽ വോട്ടുകൾ ലഭിച്ചിരിക്കുന്നത് അക്ബറിനാണ്. പിന്നെ നെവിൻ 3 വോട്ടുകളാണ്. അതേസമയം ആര്യൻ 2 വോട്ടുകളാണ്. പക്ഷെ ആര്യന്റെ ഒരു കാര്യം നമുക്കറിയാം, എന്തൊക്കെ ഒന്നുമില്ല ആര്യൻ ഈ ഒരാഴ്ച എന്തായാലും പോകാനുള്ള ഒരു സാധ്യതകളും ഇല്ല. കാര്യം വളരെയധികം വലിയൊരു വിജയ സാധ്യതയുള്ള വളരെ നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് കളിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്ലെയർ തന്നെയാണ്. ഇതിൽ ഫാൻ ബേസിൽ അനീഷിന് വരെ വലിയ രീതിയിലൊരു കോമ്പറ്റീഷനായി മാറാൻ സാധ്യതയുള്ള ഒരാളാണ് ആര്യൻ എന്ന് തന്നെ നമുക്ക് വേണമെങ്കിൽ പറയാം. നൂറയ്ക്ക് എന്തായാലും 3 വോട്ടുകൾ എന്നാലും ലഭിച്ചിട്ടുള്ളത്. ഒരുപക്ഷെ ഈ ആഴ്ച എന്തായാലും പോകാൻ പോകുന്ന നൂറ് തന്നെ ആയിരിക്കാം എന്നൊരു എനിക്ക് എന്തായാലും തോന്നുന്നുണ്ട്. കാര്യം വെള്ള മത്സരാർത്ഥികളിനകത്ത് വെച്ച് വളരെയധികം വീക്കായിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന കുറച്ച് ആൾക്കാരാണ് ഈ പറയുന്ന ആദിലായിക്കോട്ടെ നൂറായിക്കോട്ടെ, ഇവരൊക്കെ എന്തായാലും എത്രയും പെട്ടെന്ന് തന്നെ പോകാൻ എല്ലാവിധ സാധ്യതകളും ഞാൻ കാണുന്നുണ്ട്. ഈ വോട്ടിങ്ങിൽ ഏറ്റവും അധികം ഷോക്കിംഗ് ആയിട്ടുള്ള അല്ലെങ്കിൽ വളരെയധികം ഞെട്ടിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ സാബുമാനെ ആരും വോട്ട് ചെയ്തില്ല എന്ന് പറയുന്ന ഒരു കാര്യം തന്നെയാണ് ഏറ്റവും അധികം ഇൻട്രസ്റ്റിംഗ് ആയിട്ട് നിൽക്കുന്നത്. സോ ഈ റിസൾട്ട് പറഞ്ഞ സമയത്തും സാബുമാന്റെ റിയാക്ഷൻ ആയിക്കോട്ടെ, അല്ലെങ്കിൽ സാബുമാനെ നോക്കുന്ന മറ്റുള്ളവരുടെ റിയാക്ഷൻ ആയിക്കോട്ടെ, ഈ ബിഗ് ബോസ് ഹൗസിലെ എല്ലാ മത്സരാർത്ഥികളും വളരെയധികം ഷോക്കിങ്ങിലാണ്. അതായത് ഒരു പ്രൊമോഷൻ തന്നെ പറയില്ല. അതായത് എല്ലാ ആഴ്ചകളിലും ഈ നോമിനേഷനിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന ആളെ സംബന്ധിച്ചിടത്തോളം ആഴ്ചയിൽ എന്തായാലും നോമിനേഷനിൽ താൻ ഇല്ല എന്ന് പറയുന്നത് വളരെയധികം ഒരു ആശ്വാസം ഉണ്ടാക്കുന്ന ഒരു കാര്യം തന്നെ. ഇതുപോലത്തെ രീതിയിൽ നോമിനേഷനിൽ ഇല്ലാതിരുന്ന സമയത്താണ് ഈ ആര്യൻ ആണെങ്കിലും വളരെയധികം ആക്റ്റീവായിട്ട് തന്റെ ട്രാക്കിലേക്ക് എന്തെങ്കിലും കയറി വന്നത്. ഒരുപക്ഷെ ഇപ്പോൾ സാബുമാൻ അദ്ദേഹത്തിന്റെ ട്രാക്കിൽ കയറാനും നല്ല രീതിയിൽ ഒരു ഫാൻ ബേസ് ഉണ്ടാക്കിയെടുക്കാൻ ഒരുപക്ഷെ നല്ല രീതിയിൽ ആക്റ്റീവായിട്ട് നിൽക്കാനും എല്ലാം ഒരുപക്ഷെ ഇതൊരു വലിയൊരു റീസൺ ആയേക്കാം എന്നെന്തായാലും എനിക്ക് തോന്നുന്നുണ്ട്. സാബുമാനെ കുറിച്ചുള്ള നിങ്ങളുടെ ഒരു അഭിപ്രായം എന്താണ്? അദ്ദേഹത്തിന് ഒരു വലിയൊരു വിജയ സാധ്യത നിങ്ങൾ കാണുന്നുണ്ടോ? എന്തായാലും ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യുക.